Hi, good morning. It's me Simon YouTube channel, Simon Varghese Instagram, Simon Varghese Facebook welcomes you all. Have a nice and positive day. Praise of God. Thank you. ഇന്നലെ എൻ്റെ എക്സസൈസൊക്കെ മുടങ്ങിയ ദിവസം എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ വന്നു. ഒരാഗ്രഹം പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ വണ്ടർല കാണാൻ പോയി. വണ്ടർല പോകാൻ കാര്യം മകളും കൊച്ചുമക്കളും എല്ലാം അബുദാബിയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ പോയപ്പം ഈ വണ്ടർല പോലെയുള്ള ഭയങ്കര സംഭവത്തിലൊക്കെ കയറി ഫെരാരി പാർക്കിലൊക്കെ പോയി. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് പിള്ളേർ പറഞ്ഞു അങ്ങനെ പോയതാണ്. അപ്പോൾ അലിച്ചൻ എൻ്റെ ഭാര്യ, അലിച്ചനും ഞാനും 3 മക്കളും, ജോന, ജോഷുവ, കേലിബ്, എല്ലാം ബിബ്ലിക്കൽ നെയിമാണ്. ഞങ്ങൾ 3 കൂടെ 5 പേരോട് ഇവിടുന്ന് വണ്ടർലായിൽ ചെന്നു. മോള് അവിടെ ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു. എന്തെയോ പറയാൻ കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഈ ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടർലായി വരുന്നത്, നമ്മൾ കാണാം. അപ്പോൾ അവരെല്ലാം വസ്ത്രമൊക്കെ മാറി ഒരു ഈ നിക്കറും പാൻറ്റും ഒക്കെ നൈലോൺ ഇടണം, അതുപോലെ ഇതിനൊക്കെ ഇട്ട് വന്നപ്പം ആരെയും മൈൻഡ് ചെയ്ത്. കാരണം ഒരു 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 കവി ഒരു കാമുക ഹൃദയത്തോടെ നോക്കി കണ്ടാൽ അവന് പലതും തോന്നും, അല്ലെ അവൾക്ക് പലതും. പക്ഷേ ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്, അടിച്ച് പൊളിച്ച് ജീവിതം. ഓരോന്നിലുമുള്ള റിസ്ക്, ടൈമിങ്, സസ്പെൻസ്, അഡ്വഞ്ചറസ് ഒക്കെ എൻജോയ് ചെയ്യുമ്പം ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, ഞാനും ശ്രദ്ധിച്ചില്ല. സാധാരണ ആരോഗ്യമുള്ളൊരു പെൺകുട്ടി, അല്ല ആരോഗ്യമുള്ള ഒരു പുരുഷൻ, അത് 50-60 വയസ്സായെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും, ജസ്റ്റ് ഒരു നോട്ടം. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കായിരുന്നു. ഇങ്ങനെ കൂട്ടുകാരികളെ പറ്റി പറഞ്ഞു. എല്ലാവരുടെയും മുഖം ഇങ്ങനെ എന്തൂസിയാസ്റ്റിക്. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, എന്തോ വലിയൊരു കാര്യം. അത് ഞാൻ പറഞ്ഞു 60-65 വയസ്സായി കാണും അവർക്ക്, പക്ഷേ അവരെല്ലാം കുട്ടികളാണ്. അപ്പോൾ അവിടെ എല്ലാം ടെൻഷൻ പോയി. 65 വയസ്സായ പെൺകുട്ടികളെ പറ്റിയാണോ സൈമൺ സാറ് പറയുന്നത്? യൗവനമല്ലേ? ഞാനൊരു യൗവനക്കാരനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, വളരെ ക്ലിപ്തമായ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും സ്നേഹാന്വേഷണം നടത്തും, എല്ലാവരോടും സഹകരിക്കും, അവരുമായിട്ട് സംവദിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ചോദിക്കാതെ തന്നെ പറഞ്ഞു കൊടുക്കും. അവർക്കറിയാവുന്നതൊക്കെ ഞാൻ അവരുടെ സംഭാഷണ മധ്യേ ഗ്രാസ്പ് ചെയ്യും. അങ്ങനെ ലൈഫ് ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് പോകും. ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് 9 നാക്കാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറയണം, ആലിസ് എന്നാണ് പേര്. പക്ഷെ അവിടെ അപ്പനവളെ വിളിച്ചിരുന്നത്, ഓമനിപ്പിച്ച് വിളിച്ചിരുന്നത് ആലിച്ചെന്ന. വിവാഹത്തിന് ശേഷം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൻ എന്നെ ആലിച്ച എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പം എൻ്റെ കൊച്ചുമക്കളും ഞാനും എൻ്റെ മക്കളും എല്ലാം ആലിച്ചതാണ്. ഞങ്ങളെ എൻ്റെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടെങ്കിൽ അത് ഈ സാമ്പത്തിക നേട്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയ ബംഗ്ലാവിൽ ഉണ്ടാകാത്ത ഭാര്യയും ഭർത്താവൊക്കെ ഇല്ലേ, ഞങ്ങൾക്കിപ്പോൾ ഒരു കഷ്ണം കപ്പ കിട്ടിയാൽ പുഴുങ്ങി അത് ഞങ്ങളെല്ലാം അവിടെ തരും. ആ ഒരു സന്തോഷമുണ്ടല്ലോ, ഭയങ്കരമാണ്. പിന്നെ ദൈവം അതിനോടൊപ്പം നമുക്ക് ഭൗതിക അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എത്രയോ പേർക്ക് അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കും എൻ്റെ സ്വാധീനത്താൽ. എന്നുവെച്ചാൽ ഗവൺമെൻറ് ഓഫീസർ എന്നുള്ളതിൽ നമുക്ക് പല സ്വാധീനങ്ങളും ഉണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കുക, എനിക്കൊരു റെക്കമെൻഡേഷൻ്റെ ആവശ്യം ഒരിടത്തും വന്നിട്ടില്ല. അവർ മെറിറ്റിലങ്ങ് കയറിപ്പോയി. നമ്മൾ നന്മ ചെയ്യുന്നവരുടെ കുട്ടികളെ നമുക്ക്, അതായത് ആളുകൾ പറയും, നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഫലം. നിങ്ങളാർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, നിങ്ങളാരെയും വേദനിപ്പിക്കുന്നില്ല, ഒക്കെ ഓക്കെ. പക്ഷേ ആർക്കൊന്നും ചെയ്തു കൊടുക്കുന്നുമില്ല, ആരെയും സഹായിക്കുന്നുമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിൽ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ സാധാരണക്കാരെ, സാധുക്കളെയൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവരെ മുറിപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ഒരുത്തന് സ്വർഗം പോകണമെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായി നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. 10 കൽപ്പനകൾ തന്നിട്ടുണ്ട് കർത്താവിൻ്റെ വിരലുകൊണ്ട് പാറപ്പുറത്ത് ശിലാഫലകത്ത് എഴുതി കൊടുത്തതാണ് 10 കൽപ്പന.
ആ കൽപ്പനയിൽ സാംശീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്നേക്കാൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ അയൽക്കാർ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ എന്താകണം, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ കാര്യം ആര് നോക്കും? ദൈവം നോക്കും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞങ്ങൾ ഇന്നലെ അവിടെ പോയി, ഈ വണ്ടർലായി പോയി. എൻ്റെ പൊന്നെ, നമ്മളൊന്ന് പോകേണ്ടതാണ്. ഞങ്ങൾ അവിടുത്തെ വഴി ചോദിച്ചിട്ട് പോയി. നമ്മൾ ഗൂഗിളിട്ടാൽ പോയത്, അല്ലാതെ വഴി ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. കാരണം അങ്ങോട്ടൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ അതുപോലെ കാമ്പും ഉണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്നതിന് മൂല്യമുണ്ട്. രാവിലെ 11 മണി തൊട്ടാണ് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ ക്യൂ നിൽക്കേണ്ട. ഫാസ്റ്റ് ട്രാക്കുകാർക്ക് ഒരു ബാഡ്ജ് തരും. അപ്പോൾ എവിടെ ചെന്നാലും ക്യൂ നിൽക്കേണ്ട, അതിൽ കൂടെ കയറിപ്പോവാം. ഇച്ചിരി പൈസ കൂടുതലാണ്, പക്ഷേ അത് വെറുത്തായിരുന്നു. ഞങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ബാഡ്ജൊക്കെ ബാൻഡേജ് കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാം നല്ല സൂപ്പറായി. ഒരു ദിവസം ഞാൻ പറഞ്ഞു മോളോട്, മോളെ ഞാൻ വരുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കിട്ടുമോ എന്നറിയാനാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വാ പപ്പാന്ന് പറഞ്ഞ് എന്നെയും ഭാര്യ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ഞങ്ങൾ പോയി. സമയമില്ലായിരുന്നു, എനിക്ക് ഒത്തിരി പ്രീ പ്ലാൻഡ് പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ചിട്ടാണ് പോയത്. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 7 മണിക്ക് പോയി, 10-10:30 ഗൂഗിളിട്ടാണ് പോയത്. ഒരു 10-11 മണിയായപ്പോൾ അവിടെ ചെന്നു. അവിടുന്ന് രാത്രി 9 മണിക്ക് പോന്നു. ഇവിടെ വന്നപ്പോൾ മോളെ തിരുവല്ലയിൽ കൊണ്ട് അവിടെ ഫ്ലാറ്റിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ 1 മണി 10 മിനിറ്റ്. അത്രയും സമയമെടുത്തു. പക്ഷേ ആ സമയം എൻ്റെ വയസ്സിൽ ഒരു 5 വയസ്സെങ്കിലും കുറച്ചിട്ടുണ്ട്. ഒരു തീർത്തും യൗവനക്കാരനായി മാറ്റി എന്നെ. ഞങ്ങൾ ഇങ്ങനെ ഓരോ റൈഡൊക്കെ കയറി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവർ തന്നു. നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. വൈകിട്ട് ചായ, അതുപോലെ സ്നാക്സൊക്കെ തന്നു, എല്ലാം കഴിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തപ്പോഴും അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒത്തിരി മാറ്റി, പ്രായം കുറച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങളിപ്പം അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ഇത് കാണുമ്പോൾ വലിയ കാര്യം. ഈ കേരളത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വണ്ടർല. എത്ര പേർക്കറിയാം? അപ്പോൾ ആ പാർക്കിൽ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് പോകണം, കൊച്ചുമക്കളെയും കൊണ്ട് പോകണം. ശരി, പൈസ അതിന് ചിലവായിക്കോട്ടെ. അപ്പം അവിടെ ചെന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാനൊരു സിനിമ കണ്ടു ഇന്നലെ. അവിടെ 4 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷേ അവർ സിനിമാക്കാർ പറയുന്നുണ്ട് 90 സെക്കൻഡേ ഉള്ളെന്ന്. ഇങ്ങനെ കണ്ണാടി 3D ഒക്കെ വെച്ചുള്ളൊരു സിനിമയായിരുന്നു. പക്ഷേ ഞാൻ കണ്ടത് അത് സീറ്റ് തന്നെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വെള്ളം തണുപ്പ്, മഴയൊക്കെ കാണിക്കും, മഴ നമ്മുടെ ദേഹത്ത് വീഴുക. അതുപോലെ തന്നെ കാലിലൊക്കെ കാറ്റിങ്ങനെ അടിക്കും. നമ്മൾ കടൽ തീരത്താണെന്ന് തോന്നി. സൂപ്പറായിരുന്നു. അതൊരു ടിക്കറ്റ് എടുത്ത് കാണുന്ന 1000 രൂപയുടെ ടിക്കറ്റ് ആ സിനിമയ്ക്ക്. നമ്മളതൊക്കെ ഇതിനകത്ത് ഫ്രീ ആണ്. പിന്നെ ഓരോ റൈഡ്, ഓരോ രസങ്ങൾ. ഈ രസം ഇതിലൊന്നും കയറാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ അതിൻ്റെ എല്ലാം ചുറ്റും നടന്നാൽ മതി. അവിടെ വരുന്ന ആളുകളുടെ ആ മനോഭാവം കണ്ടാൽ മതി. അവരുടെ അത് സ്റ്റേറ്റ് ഏതാ? കേരളം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, ആന്ധ്ര മാത്രമല്ല, ഡൽഹിയിൽ നിന്നും ഇനി വിദേശത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. അതൊരു വണ്ടർസ്റ്റിക് മോബാണ്. അത് നിങ്ങളൊന്ന് കാണണം. നിങ്ങളുടെ പ്രായം ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാകും. ഇന്നലെ വരെ എന്നെ കണ്ട സൈമണല്ല ഇത്. കാര്യം ഞാൻ എൻ്റെ ജിമ്മിട്രിക്കൊന്നും എക്സസൈസ് ചെയ്തില്ല, മുടി ജീവിയില്ല. ഞാൻ ചുമ്മാ എൻ്റെ വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു യൗവന തിളപ്പ് കാണുമ്പോൾ അറിയാം ഞാൻ അത്രയും സന്തോഷത്തിലാണ്. അതുപോലെ എൻ്റെ കൊച്ചുമക്കളൊക്കെ ആണെങ്കിലും എത്ര സ്മാർട്ട്. കൊച്ചുമോൻ ഏറ്റവും ചെറിയവൻ, ഞങ്ങളിതിന് പോരും. ഞങ്ങളെല്ലാം ക്ഷീണിച്ചിട്ട്, മോളാദ്യം വണ്ടി ഓടിച്ചത്, ഞാൻ ഓടിച്ചത്. അപ്പോൾ ഈ കൊച്ചുമോൻ പാട്ട് പാടും. അപ്പോൾ ഞങ്ങളെല്ലാം അമേസിംഗ്ലി വാച്ചിങ്. കാരണം ഈ രാവിലെ തൊട്ട് വളരെ സ്ട്രിക്റ്റഡ് ആയിട്ടൊരു ഫുഡ് മാത്രം എടുത്ത് ഞങ്ങളിങ്ങനെ റൈഡ് നടത്തുന്നു, പഠിക്കുന്നു, നീന്തുന്നു, കുളിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷം കൂടി ഇങ്ങനെ പാട്ട് പാടുക കാറേ ഇരുന്നേ. 2 വയസ്സ് കഴിഞ്ഞ പാർട്ടിയായിരുന്നു ഓർത്തണം. നല്ല സോങ്. അപ്പോൾ ഞങ്ങളെല്ലാം എൻജോയ്. അവൾ പറയും, ഓ മൈ ഗോഡ്, നോക്കൂ അവനെ. അതുപോലെ മറ്റു 2 പിള്ളേർ ഉറങ്ങും. അവൻ കാലും കൈയൊക്കെ പൊക്കി വെച്ച് എന്നുവെച്ചാൽ അവരത്ര ക്ഷീണിച്ചു. ഷിവും പാട്ട് പാടുക. അപ്പം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഞാൻ അത് പോയപ്പോൾ ഇവനെ വീട്ടിലിട്ടിട്ട് പോകാൻ നോക്കിയത്. പറഞ്ഞ മോള്, ഞാൻ പറയും, മോളെ അവനെ കൊണ്ടുപോകണം, അവൻ ഈ ആൾക്കൂട്ടം കാണണം, അവൻ ഈ ജനങ്ങളുടെ സന്തോഷം കാണണം, അവിടെയുള്ള റൈഡുകൾ കാണണം, അവിടെയുള്ള ഭക്ഷണം കഴിക്കണം. ഇതെല്ലാം അവനെ വ്യത്യസ്തനാക്കും. ശരിയാണോ പപ്പ? ഞാൻ പറയും ശരിയാണ്. അങ്ങനെ
കൊച്ചിനെ കൊണ്ടുപോയത്, അല്ലെ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോയത്. അപ്പോൾ അത് ആ കുട്ടിക്ക് കിട്ടിയെന്നുള്ളതാണ് അവൻ്റെ പാട്ടിൽ നിന്ന് മനസ്സിലായത്, അവൻ്റെ പെർഫോമൻസിൽ നിന്ന് മനസ്സിലായത്. കേലിബാണ് ജോഷുവയുടെ അനുയായി, നമുക്കറിയാം ബിബ്ലിക്കലാണ്. നമ്മൾ ജോഷുവയും കേലിബുമൊക്കെ അങ്ങനെ വീരന്മാരായിരുന്നു. ഒരു വീരന്മാരായിട്ട് നമ്മൾ വളർത്തുന്നത്. അവർ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റായിട്ടാണ് വിട്ടുന്നത്. അവർക്കെല്ലാം ഇപ്പം അവർ സ്വിമ്മിങ്, ജോഷുവയും ജോവാനും സ്വിമ്മിങ് പഠിച്ചു കഴിഞ്ഞു, സ്കേറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെ സ്കൂളിൽ കരാട്ടയൊക്കെ വിടണമെന്ന് വിചാരിക്കുന്നു. ഞാനല്ല അവരുടെ പേര്, ഞാനൊന്നും പറയാറില്ല. എന്നുവെച്ചാൽ ഒരു മാർഷ്യൽ ആർട്സ് അവർ പഠിച്ചിരിക്കണം, ഐതർ കരാട്ടെ, കുങ്ഫു ഓർ കളരി. മൂന്നും സൂപ്പറാണ്, ഒരേപോലെ തന്നെ നിൽക്കുന്ന സാധനങ്ങളാണ്. എന്തായാലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രാവീണ്യം നേടിയാൽ അവൻ്റെ ജീവിതത്തിൽ അത് വലിയ നേട്ടമായിരിക്കും. പിന്നെ നമുക്ക് തല ഉനിക്കാൻ വർത്തമാനം പറയാൻ പറ്റും. ഞാനൊക്കെ വളരെ വിനയത്തോടെ സംസാരിക്കുമ്പോൾ ആൾക്കറിയാം അത്ര വിനയമൊന്നുമല്ല, ആ ബോഡി പ്രസരിപ്പിക്കും. നമ്മുടെ ബോഡിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നേരെ നിന്ന് എന്നെ ഒരു മന്ത്രി ഒരു പ്രാവശ്യം തെറി വിളിച്ചതാണ്. ഒരു കോൺഫറൻസിന് പോയി കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യമെല്ലാം ന്യായമായതുകൊണ്ട് എന്നെ എഴുതിപ്പിച്ചത് അവസാനം ക്യാബിനറ്റ് മന്ത്രിമാരുടെ മീറ്റിംഗ്, അത് അയാളുടെ മുടിയിലേക്ക് എന്നെ വിളിച്ച് വരുത്തിയിട്ട് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ ചിരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഞങ്ങളുടെ ഉടയവനല്ലേ, സാറിന് ഞങ്ങളെ എന്തും പറയാമല്ലോ, രാജഭരണകാലത്ത് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞത് ഞാൻ ചിരിച്ചു. ഉടനെ ആ പുള്ളി ഭയങ്കര ചിരി. ഇവിടെ തന്നെ സസ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒരു വഴുപ്പുമില്ല. അപ്പം താൻ മിസ്ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ തൻ്റെ ഈ രീതി എനിക്ക് മനസ്സിലായി, താൻ്റെ ഫ്രാങ്കായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ മിസ്ബിഹേവ് ചെയ്യുന്നിട്ടില്ല, ഐ ആം ജസ്റ്റ് റിവീലിംഗ് ദി ഫാക്ട്സ് ട്രൂലി ഫാക്ട്സ്. എരുമേലി സെക്രട്ടറി ആയിരുന്നപ്പോൾ, അപ്പോൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ അത് പറയാതിരുന്ന കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെട്ട അതനുസരിച്ച് കറക്ഷൻ വരുത്തി. നമുക്ക് IAS ഇല്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA അല്ലെന്നോ ഉള്ളത് കൊണ്ടൊരു കാര്യമില്ല. പരിജ്ഞാനം, അനുഭവ സമ്പത്ത്, മനസ്സിൻ്റെ ആ ഒരു നിഷ്കളങ്കത, ദൃഢത, അത് പലതും വെളിപ്പെടുത്തും. അത് പറയാൻ പേടിക്കണം. ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ഐ ആം റെപ്രസെൻറ്റിങ് ദാറ്റ് പഞ്ചായത്ത് ഹോളി, സോ ഐ ആം റിവീലിംഗ് ദാറ്റ് ഫാക്ട്. അപ്പം അതിന് ചിരിച്ചു. ഞാൻ പറഞ്ഞത് മന്ത്രിയല്ല, ഇനി അതിന് വലിയ ആളാണെങ്കിൽ നമ്മൾ നേരെ ഇത് വർത്താനം പറയും. പിന്നെ ക്രിസ്ത്യാനിയായി എനിക്ക് മരണം ഒരു വിഷയമല്ല, കാരണം മരണം ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാണ്, അത് കഴിഞ്ഞൊരു വലിയ ജീവിതമാണ് നമ്മുടെ അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കതൊരു പ്രശ്നമല്ല, പറയേണ്ടി വന്നാൽ പറയും, ആരാണെങ്കിലും പറയും. അതാണ് എൻ്റെ അപ്പനൊരു പട്ടാളക്കാരൻ, ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്ത അങ്ങനെയാണ്. അതുപോലെ ഇപ്പം എൻ്റെ കൊച്ചുമക്കളും അങ്ങനെ തന്നെയാണ് വളർന്നത്, അങ്ങനെയാണ് വളർത്തുന്നത്. അവരൊരു ലീഡറായിരിക്കണം സമൂഹത്തിൽ. സ്റ്റേജൊക്കെ പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറയാം, പ്രവർത്തനത്തിൽ ഒരാൾക്കൊരു മേലാഴി കണ്ടാൽ ഓടി വന്ന് സഹായിക്കാൻ. ഒരിക്കലും ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ കുടുംബവും ഒക്കെ ആയിട്ട് പോയിച്ച് വരിക, എവിടെയും ഒരു യാത്ര, ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരിക, എറണാകുളം മറ്റേ പോയതാ, ഷോപ്പിംഗ് കഴിഞ്ഞ് വരിക. വളരെ ആടിപ്പാടി വരുമ്പം സിമെൻറ്റ് ജംഗ്ഷൻ എടുത്തപ്പം ഞങ്ങളുടെ മുമ്പിൽ ഒരു ഓവർ സ്പീഡിൽ വന്നൊരു ബൈക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അപ്പോൾ അവനെ വെട്ടി എൻ്റെ കാറിൻ്റെ മുമ്പിലോട്ടാണ് വന്ന് വീണു. എൻ്റെ കാറേ ഇടിച്ചില്ല, വേറൊരു വണ്ടിയിലും ഇടിച്ചില്ല, വീണു. ഞാൻ എൻ്റെ മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുക, ഒന്നും വേണ്ടിയില്ല, അവൾ ഓടി അങ്ങോട്ട് ചെന്നു. പാളിലോടിക്കൂടി സിമെൻറ്റ് ജംഗ്ഷനല്ലേ, ഈ നീല യൂണിഫോം ഇട്ട എനിക്ക് AITCയുടെ നേതാക്കന്മാരോ അല്ലെ പ്രവർത്തകരായിരിക്കും ഓടി വന്നു. അപ്പോൾ അവൾ ഒരു തോർത്ത് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഐ എം എ ഡോക്ടർ, ഒരു തോർത്ത് വാങ്ങിച്ചു. അപ്പോൾ ഇവൻ്റെ തല പൊട്ടി ഇങ്ങനെ ഒഴുകുക. അവളത് പ്രഥമ ശുശ്രൂഷ ചെയ്ത് കെട്ടി എന്നിട്ട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ് ഒരു ഓട്ടോ കൊണ്ടുവന്നു. അത് ഇരുത്തി, ചേട്ടാ ഞാൻ വരണം, ഞാനൊരു ഡോക്ടറാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഞാൻ പ്രഥമ ശുശ്രൂഷ കൊടുത്തു, പിന്നെ ഹെഡ് ഇഞ്ചുറി ഉണ്ട്, പിന്നെ നിങ്ങൾ തല ചരിക്കരുത്, ഓട്ടോറിക്ഷ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ 2-3 പേര് സാധാരണക്കാർ ചാടി കയറി ഓട്ടോറിക്ഷ കയറി അങ്ങനെ ഇരുത്തിക്കൊണ്ട് പോവുക. അപ്പോൾ മോളിട്ടിരുന്ന നല്ല ഡ്രസ്സുകാരൊക്കെ ബ്ലഡൊക്കെ പറ്റി. നമുക്ക് ഞാൻ ചോദിച്ചു, മോളെ ആരും പറഞ്ഞേ? പപ്പ, ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദി സൊസൈറ്റി. മെഡിക്കൽ എത്തിക്സ് അതാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പം മോള് ബിലിവേഴ്സ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ഒരു നല്ല ഡോക്ടറാണ്.
അപ്പോൾ അടുത്ത ദിവസം ആശുപത്രിക്ക് ഒരു ടീമിനോടൊപ്പം റുവാൻഡയ്ക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് അവിടെ ആ മനസ്സല്ലേ, ഒരു ഡോക്ടർ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള വീക്ഷണം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും അതുകൊണ്ട് ധാരാളം പണം സമ്പാദിച്ച് വെച്ചിട്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് ഒരു കാര്യം, നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുമെന്നല്ലാതെ അത് നിങ്ങളെ ഒരു കാരണവശാലും സഹായിക്കത്തില്ല. നിങ്ങളത് പങ്കുവെക്കണം. ബുദ്ധിമുട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണ ഭോജനം ചെയ്യുമ്പം നിങ്ങൾ അയൽവക്കത്തുള്ള ആളുകളെ പറ്റി ഒന്ന് ആലോചിക്കണം. അവർ നിങ്ങളെക്കാൾ ഉയർന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടത്. അവർക്കൊരു തോന്നലാണ്, അവർക്കൊരു ആവശ്യം വന്നാൽ നിങ്ങൾ ഓടിച്ചെല്ലും, വാരിയെടുക്കും, വണ്ടിയെ കയറ്റിയാണ് വണ്ടിയെ കൊണ്ടുപോകും, ആശുപത്രി കൊണ്ടുപോകുന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. ആ തോന്നൽ നമ്മുടെ ട്രൂ ലവ് എന്നുണ്ടാകുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് ശ്രമിക്കണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് ഇതുപോലെ വണ്ടർല പോലെ അത് ബീച്ച് പോലെയൊക്കെ പോകണം. കുഞ്ഞുങ്ങൾ അറിയട്ടെ, കുഞ്ഞുങ്ങൾ മറ്റുള്ള പബ്ലിക്കിനെ കാണട്ടെ, ഇന്ത്യയിൽ നിന്ന് വിവിധ സംസ്ഥാനത്തെ വിവിധ ഭാഷകൾ അറിയട്ടെ. ഈ എല്ലാവരും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും എന്നുള്ള കാര്യം അവരറിയട്ടെ. ഞങ്ങൾ നീന്തി തുടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കൂട്ടിയിടിക്കുന്നതൊക്കെ ചിലപ്പോൾ ഉത്തരേന്ത്യക്കാരനായിരിക്കും, ചിലപ്പം തമിഴനായിരിക്കും, ആരായാലും എന്താ, ഈസ് മൈ ഫെലോ പേഴ്സൺ. ഈവൻ യൂറോപ്യനായിരിക്കാം, അതൊന്നും പ്രശ്നം. അപ്പോൾ നമ്മളിതെങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അത് നിങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ പ്രായത്തെ ലഘൂകരിക്കും, നിങ്ങളുടെ യൗവനത്തെ തുടിപ്പിക്കും, നിങ്ങളുടെ അറിവിനെ വിപുലീകരിക്കും, അങ്ങനെ ജീവിതം വളരെ സന്തോഷപ്രദമാക്കും. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി വന്നോ? ഇല്ലല്ലേ, സാരമില്ല. അവർ എടുത്തിയാടി ഒത്തിരി തീരുമാനമെടുത്ത് പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർ വളരെ ആലോചിച്ചെടുക്കുന്നത്. എടുക്കട്ടെ, ജനകീയ അഭിലാഷം, അവർ നല്ലൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരട്ടെ. ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കും നമുക്കൊരു മണ്ടൻ തീരുമാനം എടുക്കാൻ ഒരു സെക്കൻഡ് മതി, പക്ഷേ ബുദ്ധിപൂർവ്വം ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ സമയം വേണ്ടി വരും. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട്? പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പാവം പിടിച്ച സൈമണിന് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ, അപ്പം all the best. Have a fantastic positive day. Praise our God. Thank you.